ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫെങ്ഷുയ് ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് ഒരു കൺസൾട്ടേഷന് വേണ്ടി പോകേണ്ടിയുണ്ടായിരുന്നു. ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ പുതിയ ഓഫീസിന്റെ സ്ഥാനം നോക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഫെങ്ഷുയ് നോക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ വരുത്തേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പൊ ഈ യാത്രയുമായിട്ട് അനുബന്ധിച്ച് നടന്ന കുറച്ച് സംഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ അന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല. ട്രെയിനാണ് യാത്ര തിരിച്ചത്. അത് അങ്കമാലിയിൽ നിന്നായിരുന്നു എനിക്ക് ആ ട്രെയിൻ ഉണ്ടായിരുന്നത്. 5:30 അങ്കമാലിയിൽ നിന്ന് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11:30 നേരത്ത് ഇത് തിരുവനന്തപുരം എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്ലയന്റിനോട് പറഞ്ഞു, ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് എത്തും. കാരണം ട്രെയിൻ ആയതുകൊണ്ട് എന്തായാലും അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണല്ലോ മിനിമം എത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് റൈറ്റ് ടൈം 11:30 പക്ഷെ എന്നാലും ട്രെയിൻ ആയതുകൊണ്ട് 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. ആ സമയം കണ്ട് നിങ്ങൾ എത്തിയാൽ മതി എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടുന്ന് എല്ലാം റെഡി ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ, ഞാനൊരു 3:30 ആയപ്പോൾ എഴുന്നേറ്റു ഒന്ന് റെഡി ആവാനൊക്കെ ആയിട്ട്. ആ സമയം ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ 40 മിനിറ്റ്സ് ലേറ്റ് ആണെന്ന് കാണിച്ചു. അപ്പൊ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയി. ഓക്കെ, ഇഷ്ടം പോലെ സമയമുണ്ട്, പതുക്കെ റെഡി ആയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നിന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവുന്ന സമയത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ അത് കാണിക്കുന്നുണ്ടായത്. അതായത് അപ്പം ഞാൻ വിചാരിച്ചത് ഒരു 6:15 ആകുമ്പോൾ എത്തിയാൽ മതി. കാരണം 6:30 അങ്കമാലിയിൽ ആ ട്രെയിനിന്റെ ടൈം കാണിക്കണം അന്നേരം. അപ്പൊ ജസ്റ്റ് റെഡി ആവുന്ന സമയത്ത് ഒന്നുകൂടെ നോക്കിയപ്പോൾ ട്രെയിൻ ഈസ് ലേറ്റ് ബൈ ഓൺലി 2 മിനിറ്റ്സ് എന്ന് കാണിക്കണ്ടായിരുന്നു. മാത്രമല്ല ട്രെയിൻ ഓൾറെഡി തൃശ്ശൂർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുകയും ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി ആക്ച്വലി. കാര്യം എന്താ വെച്ചാൽ അത്രയും നേരം കാണിച്ചു. കാരണം ആ ട്രെയിനിന്റെ റൂട്ട് അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന് നമ്മുടെ അവിടെയുള്ള വലിയ പാലക്കാട് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് എത്താം. ഷൊർണൂർ ഒന്നും സ്റ്റോപ്പില്ല, നേരെ അത് തൃശ്ശൂർക്ക് എത്തുകയും ചെയ്യും. ടക്കുന്ന് അത് ആ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ലേറ്റ് ഉണ്ടായിരുന്നത് അത് ഓട്ടത്തിൽ അത് ക്യാച്ചപ്പ് ചെയ്തു. 2 മിനിറ്റ് സമയം മാത്രം ലേറ്റ് കൊടുത്തു. റൈറ്റ് ടൈമിൽ ഓൾമോസ്റ്റ് അങ്കമാലി എത്തുന്നു കാണിച്ചു. ഞാൻ വേഗം ചാടി ഇറങ്ങി റെഡി ആയിട്ട് കാർ എടുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്കമാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ഓപ്പനെ ചാൻഡ് ചെയ്ത് തുടങ്ങി. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. എനിക്ക് ഇന്ന് ട്രെയിനിൽ കയറണം, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ഐറ്റവും ഞാൻ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുന്നു. റൈറ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തും. മാത്രമല്ല ആ നേരം വന്ന എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനത് അവിടെ എത്തിയോണ്ടായില്ല. ഓൾറെഡി അങ്കമാലി സ്റ്റേഷനിൽ പാർക്കിംഗ് വളരെ കുറവാണ്. എനിക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. എനിക്കത് ബുദ്ധിമുട്ടാവും. കാരണം എനിക്ക് വേറെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്നൊരു ധാരണയില്ല. എനിക്ക് ട്രെയിൻ മിസ്സാകും എന്നുള്ളത് ഓൾമോസ്റ്റ് എൻ്റെ തോട്ട്സ് എനിക്കുള്ളിലേക്ക് വന്നു തുടങ്ങി. പക്ഷെ അഗൈൻ ഞാൻ ഓപ്പനെ ചാൻഡ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്, പക്ഷെ ലക്കിയില് ഒട്ടും ട്രാഫിക് ഉണ്ടായില്ല. ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഞാൻ ശരിക്കും അവിടെ സ്റ്റേഷനിലെത്തി. ഞാൻ അപ്പോഴാണ് ആദ്യ ക്ലോക്ക് നോക്കണേ, മീൻസ് നമ്മുടെ മൊബൈൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇനിയും 15 മിനിറ്റ് ഉണ്ട് എത്താനായിട്ട്. 5:15 ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. വേഗം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പൊ ഞാൻ ആ കാർ അവിടെ ചെന്നിട്ട് ആ ചേച്ചിയോട്, ചേച്ചി പാർക്കിംഗ് ഇല്ലേ എന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, പാർക്കിംഗ് കഴിഞ്ഞു, കുഴപ്പമില്ല, താക്കോല് തന്നിട്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചു. എപ്പോഴാണ് വരാമെന്ന് വെച്ചാൽ പറഞ്ഞു രാത്രിയാവും 10:30 എന്ന് പറഞ്ഞു. അന്ന് കുഴപ്പമില്ല, താക്കോല് വന്നിട്ട് പൊക്കോളൂ. എനിക്ക് സന്തോഷം. ഞാൻ വേഗം ബാഗ് എടുത്ത് താക്കോലും കൊടുത്ത് പൈസയും കൊടുത്ത് വേഗം ഇറങ്ങി സ്റ്റേഷനിൽ കയറി കഴിഞ്ഞപ്പോൾ ഇനിയുണ്ട് 6 മിനിറ്റും കൂടെ ട്രെയിൻ വരാനായിട്ട്. 5:30 എനിക്ക് ആയിട്ടില്ല. ഞാൻ വേഗം നമ്മുടെ കോച്ചിന്റെ പൊസിഷൻ എല്ലാം കണ്ട് അവിടേക്ക് വേഗം നടന്നു ചെല്ലുകയാണ്. കാരണം കറക്റ്റ് ടൈമിൽ എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങ് നടന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ കാണാനില്ല. അപ്പൊ ഞാൻ ആദ്യം അവർ ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ അത് കാണിക്കുന്നത് ട്രെയിൻ അറൈവ്ഡ് അങ്കമാലി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ട്രെയിൻ സ്റ്റേഷനിലല്ലേ എത്തിയിട്ടുമില്ല. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ നിൽക്കുമ്പോൾ അടുത്ത ട്രെയിൻ വന്നു. കാരക്കൽ എറണാകുളം ഒരു ട്രെയിൻ വന്ന് അവിടെ നിന്നു. കാരണം ഈ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ട്രെയിന് കറു കിട്ടിയില്ല. അതായത് തൊട്ട് മുന്നിലായിട്ട് അങ്കമാലി സ്റ്റേഷൻ തൊട്ട് മുന്നിലായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്കമാലിൽ ഓൾമോസ്റ്റ് റൈറ്റ് ടൈമിൽ തന്നെ എത്തി, പക്ഷെ അവിടെ ഹോൾഡ് ചെയ്തു. പിന്നെ ആ ട്രെയിൻ അവിടേക്ക് വരാനായിട്ട് അരമണിക്കൂറിൽ മേലെ എടുത്തു. അത്രയും നേരം ട്രെയിൻ സമയത്ത് വന്നതിന് ഞാൻ വ്യത്യസ്ത രീതിയിൽ ഇന്ത്യൻ റെയിൽവേ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഷ്ടമാണ്, അല്ലെങ്കിൽ ഇവന്മാർക്ക് ലേറ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ, ഇതെന്താ റൈറ്റ് ടൈമിൽ വരുന്നത് പറഞ്ഞ ആള് ആ സമയം മുതൽ വൈകുന്ന ഓരോ മിനിറ്റും ഞാൻ ഇന്ത്യൻ റെയിൽവേ വേറെ രീതിയിൽ ചീത്ത പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ ഇവർക്ക് ടൈം ഇല്ല, കൃത്യനിഷ്ഠയില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ എഫേർട്ട് ഇട്ടും റൈറ്റ് ടൈമിലോട് എത്തി, ട്രെയിൻ വന്നിട്ടില്ല. പിന്നെ അങ്ങോട്ടുള്ള ഓരോ മിനിറ്റും എനിക്ക് ട്രെയിനോട് ഭയങ്കര ദേഷ്യം. ഇതെന്തത് സമയത്ത് വരാതെ, അല്ലെങ്കിൽ ഇത് ലേറ്റ് ആവുള്ളൂ. ഇനി ഇത് ആപ്പിന്റെ വല്ല പ്രശ്നമാണോ, അത് നേരത്തെ കാണിച്ച് തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കെ കറക്റ്റ് 6:15 ഞാൻ ഇതിൻ്റെ 2 പ്രാവശ്യം എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, വെറുതെ ടെൻഷൻ അടിച്ചു അവിടെ നിന്ന്, വെറുതെ ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് ട്രെയിൻ വന്ന് ഞാൻ കയറി. സെക്കൻഡ് 2 ടയർ AC ടിക്കറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പറയാൻ കാര്യം എന്താ വെച്ചാൽ എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു രാവിലെ അവിടെ എത്തുമ്പോഴേക്കും. കാരണം ഉച്ച സമയത്താണ് കൺസൾട്ടേഷൻ. അതിനുള്ള ഒരു 1-2 മണിക്കൂറൊന്ന് ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ സെക്കൻഡ് 2 ടയർ AC-യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ലാസ്റ്റ് ബോഗിയിൽ, ലാസ്റ്റ് ആ ഒരു കൂപ്പയിൽ 2 സീറ്റ് ഉണ്ടാവുള്ളൂ. അത് എൻ്റെ സീറ്റ് നമ്പർ 49 ആയിരുന്നു. ഈ 49ഉം 50 മാത്രമാണ് ഒരു കൂപ്പയിലുള്ളത്. അപ്പോൾ 2 വേറെ എണ്ണത്തിൻ്റെ അവിടെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ആ കൂപ്പയിൽ ആരില്ല.
ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറേയും കൂടെ സന്തോഷമായി. ഞാൻ ആദ്യം വൈഫിനെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ രാജകീയ യാത്രയുടെ ആരുമില്ല, വളരെ കംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കിടക്കാൻ പോകണം, കുറച്ച് സമയം ഒന്ന് ഉറങ്ങണം, ഒരു 1-2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും വളരെ ഫ്രഷ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒരു മൊബൈലൊക്കെ ഒന്ന് ഓണാക്കി എല്ലാം ഒന്ന് നോക്കി അപ്ഡേറ്റ് ചെയ്ത് പതുക്കെ വെച്ചിട്ട് കിടക്കാൻ നോക്കിയപ്പോഴേക്കും ട്രെയിൻ ആലുവ എത്തി. അപ്പം തന്നെ ആലുവയിൽ നിന്ന് 2 പേര് കയറുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് ഒരാൾ നേരെ മുകളിലുള്ള ബർത്തിലേക്കാണ്, 50ലേക്കാണെന്ന് പറഞ്ഞു. അയാൾ മുകളിലേക്ക് കയറി, മറ്റേ ആൾ അപ്പുറത്തെ ഒരു കുപ്പയിലേക്ക് മാറുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഒന്നും കൂടെ അപ്പോൾ ഉറങ്ങാനുള്ള ഒരു മൂഡ് പോയി. പിന്നെ ആദ്യം ഞാൻ ജസ്റ്റ് മൊബൈലൊന്ന് കുറച്ച് സമയം നോക്കി ഇരിക്കേ ഭീകരമായ രീതിയിൽ കൂർക്കം വലി മോടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂർക്കം വലി, വന്യമൃഗങ്ങളുടെ പോലത്തെ ശബ്ദം. ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ കൂപ്പേ മാത്രമല്ല, ആ എൻടയർ ബോഗി കേൾക്കുന്ന രീതിയിലുള്ള ഒരു കൂർക്കം വലി ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ചെറിയ കൂപ്പ ആയതുകൊണ്ട് ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ടും കണ്ട് എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ ഭീകരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഉറക്കം പോയിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയായി പോയി. ആക്ച്വലി അഗെയിൻ ഞാൻ കുറച്ച് സമയം കൂടെ മൊബൈൽ നോക്കി, പക്ഷെ ഒരു സൈഡിൽ എനിക്ക് പതുക്കെ ഉറക്കം വന്ന് തുടങ്ങണ്ടായിരുന്നു. ഞാൻ വേഗം ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വെച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ സ്റ്റിൽ എൻ്റെ ഫോക്കസ് ഈ കൂർക്കം വലിയിലേക്ക് ആയതുകൊണ്ട് ഹെഡ്സെറ്റിൽ കൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂർക്കം വലി തന്നെയായിരുന്നു. കാരണം ഈ കൂർക്കം വലിക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മാത്രമേ കേൾക്കുള്ളൂ. അത് കേൾക്കും തോറും നമുക്ക് ഇറിറ്റേഷൻ കൂടി വരും. കാരണം ഇറിറ്റേഷൻ കയറാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണല്ലോ ഈ വിദ്വാൻ കിടന്ന് മുകളിൽ ഭംഗിയായിട്ട് ഉറങ്ങണേന്ന് ആലോചിക്കും ചോറും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിരുന്ന് കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. എന്താ ചെയ്യേണ്ടത്? ഞാൻ താഴെ കിടന്നു. ഞാൻ എൻ്റെ കാലുകൊണ്ട് ഇപ്പുറത്തെ ഈ ഭിത്തിയുടെ സൈഡിൽ നിന്ന് ടക്കാന്ന് 2 അടിയൊക്കെ അടിച്ചു. അതെങ്കിലും കേട്ടിട്ട് ആളൊന്ന് എണീക്കട്ടെ വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കരമായി കുറുക്കം വലി വന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറോളം ഇങ്ങനെ തന്നെ പാസ് ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മൊബൈലും നോക്കാൻ പറ്റില്ല, എനിക്ക് അവിടെ ഇരിക്കാനും തോന്നുന്നില്ല. ഭയങ്കര ഒച്ച വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ തന്നെ ഫോൺ കട്ടായി പോയി. അപ്പോൾ ഞാൻ മറിച്ചു ഓക്കെ, ഫോൺ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ആശ്വാസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്കിലി ഒരു ഫോണും കൂടെ റിങ് ചെയ്തിട്ട് അദ്ദേഹം ആ ഫോൺ എടുത്തിട്ട് ഹലോ അനിലേട്ട എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങി. ആ പേര് പോലും ഞാൻ മറന്നിട്ടില്ല. ഹലോ അനിലേട്ട എന്നും പറഞ്ഞ് സംസാരം തുടങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഒരു 40 മിനിറ്റോളം ഞാൻ സ്ട്രൈറ്റ് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും മുകളിൽ നിന്ന് കൂർക്കം വലി നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അന്നത്തെ ദിവസം ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ ഒരു തരത്തിലും ചാൻസ് ഇല്ലാത്ത ഒരു അനിലേട്ടനോടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ വിളി കാരണമാണ് എനിക്കൊന്ന് ഉറങ്ങാനായിട്ട് സാധിച്ചത്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങി. അതിനുശേഷം പിന്നെ ഈ കൂർക്കം വലി എല്ലാം സഹിച്ചുകൊണ്ട് അവർ കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി പോകണ്ടായിരുന്നു. യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവിടെ ഞാൻ കൺസൾട്ടേഷൻ, അതായത് കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് ഞാൻ ആലോചിക്കായിരുന്നു. അങ്ങനെ ഈ കൺസൾട്ടേഷനിൽ എത്തിയപ്പോൾ എനിക്ക് അവിടുന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവം കൂടി ഉണ്ട്. ഞാൻ അതും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ കൺസൾട്ടേഷൻ എന്താ, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. 2 ബ്രദേഴ്സാണ് ഇത് നടത്തുന്നത് എന്നോട് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കൂടുതൽ അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു കസിൻ ബ്രദേഴ്സ് ആണ്, ഓൺ ബ്രദേഴ്സ്. ഞാൻ ചോദിക്കുകയും ചെയ്തു, അപ്പോൾ അത് ഓൺ ബ്രദേഴ്സ് അല്ല കസിൻ ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ്, വലിയൊരു ബ്രാൻഡാണ്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞാനിതെല്ലാം നോക്കി അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ഓഫീസാണ് അവർ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ വാസ്തുപരമായിട്ട് എല്ലാം കറക്റ്റ് ആയിരുന്നു. ബേസിക് ഫംഗ്ഷൻ ഇറ്റ് വാസ് ടു ഗുഡ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ, ഒട്ടും ടെൻഷൻ വേണ്ട, ഹാപ്പി ആയിട്ടിരിക്കും, നല്ല ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലൈയിങ് സ്റ്റാർ നോക്കിയപ്പോൾ അതിനകത്ത് സിബ്ലിങ്സ് തമ്മിൽ കാറൽസിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയാം. 3-6 കോമ്പിനേഷൻ അങ്ങനെ പ്രത്യേകതയുണ്ട്. കാരണം 9th പീരീഡിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ആയിട്ടുള്ളത്. അവിടെ വരുന്നൊരു കോമ്പിനേഷൻ ബേസിക്കലി നല്ല വെൽത്തിലൊക്കെ തരും എന്നുണ്ടെങ്കിലും അവിടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും അവിടെ കാറൽസിനും പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, സാറേ ബിസിനസ് ഉണ്ടായാലും കുഴപ്പമില്ല, റിലേഷൻഷിപ്പിനൊന്നും പറ്റാണ്ടിരുന്നാൽ മതി. സീരിയസ്ലി ഞാൻ അങ്ങേറ്റം അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, അതായത് പൈസയ്ക്ക് ഉപരിയായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം ബ്ലഡ് റിലേഷൻ, സ്വന്തം സഹോദരനായിക്കോട്ടെ, ഒരുമിച്ചാണെങ്കിൽ കൂടിയും അയാളെക്കാളും 10 രൂപ കൂടുതലുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട, വളരെ മൈന്യൂട്ടായിട്ടുള്ള പോസിബിലിറ്റിയാണ്, നമുക്ക് ഈസി ആയിട്ട് റെമഡി ചെയ്യാവുന്നുള്ളൂ ഫെങ്ഷുയിലൂടെ. ഡോൺ വറി, നിങ്ങൾക്ക് ഒരുപാട് നല്ലത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു 2 എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോസ് കാണാം, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപടി തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മ സംഭവിക്കട്ടെ. താങ്ക് യു.